സംസ്ഥാനം ജില്ലാ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇപ്പൊ സ്വയം മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ പേര് ബക്കാടി സതീശൻ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് അത് പിന്നെ അച്ഛന്റെ പേരിനോട് കൂടി ഉള്ളതാണ്, നമ്മളെല്ലാം സമ്മതിച്ചു. ഈ കേരളത്തിൽ എന്താണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ഉമ്മൻചാണ്ടി സർക്കാർ 6 മാസം കഴിഞ്ഞപ്പോഴാണ് സോളാർ കച്ചവടം തുടങ്ങിയത്. എന്നാൽ വി ഡി സതീശൻ സർക്കാർ എത്ര ദിവസം കഴിഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് പുന്നല്ല് കണ്ട എലിയെ പോലെയാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്നു. അത് കഴിഞ്ഞ് ഭരണം കിട്ടിയപ്പോൾ എന്താ തകൃതി! എവിടെയെല്ലാം കൈയിട്ട് വാരണം. അവിടെ വാരുന്നു, ഇവിടെ വാരുന്നു, അവിടെ പിടിക്കുന്നു, ഇപ്പുറത്ത് പിടിക്കുന്നു. എന്താ ബഹളം! ഈ കേരളത്തിലാകെ നാണക്കേടല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നേതാക്കന്മാര് പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബക്കാർഡി കൊടുത്ത അപേക്ഷ അത് അവിടെ ഇരുന്നു, ആ ഫയലിൽ തൊട്ടില്ല. പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി 2.5 ദിവസം കൊണ്ട് ആ ഫയല് എങ്ങനെയാണ് നടപ്പാക്കുന്നത് നമ്മൾ ആലോചിക്കണം. എത്രമാത്രം വീര്യമാണ് ഒരു ഉത്തരവിന് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ കേരളമാണിത്. ഇത്രയും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് നിങ്ങൾ അധികാരത്തിൽ വന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ തോറ്റവരാണ്. പക്ഷെ അധികാരത്തിൽ വന്നതിന്റെ മറവിൽ നിങ്ങൾ ഈ 5 വർഷക്കാലം കേരളത്തെ കൊള്ളയടിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കൊള്ളയടിക്കാനാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ കേരളത്തിൽ നിങ്ങളെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങൾ നിങ്ങളെ ആ കസേരയിൽ നിന്ന് വലിച്ചു താഴെ ഇറക്കും. ഒരു സംശയവും വേണ്ട. ഞങ്ങള് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ട ആധ്യാത്മിക നേതാക്കന്മാർ കുറെ ആളുകളുണ്ട്. ഞങ്ങൾ അവരുടെ ആ നിലപാടുകൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിണറായി ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എടുക്കുമെന്ന് മണത്തറിഞ്ഞ് പിണറായി സർക്കാരിനെ തെരുവിൽ നേരിടുമെന്ന് പ്രഖ്യാപിച്ച് ആരെയും ഇപ്പൊ കാണാനില്ല. KCBC ഭാഗ്യവശാൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ KCBCയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. വേറെ ധാരാളം ആളുകളുണ്ടല്ലോ, മദ്യനിരോധന സമിതി, മദ്യവർജന സമിതി, അങ്ങനെ എത്ര സംഘടനകളായിരുന്നു കേരളത്തിൽ. ഇപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മദ്യ ആസക്തി കുറയും. തെറ്റല്ലേ? MDMA വലിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇത് വലിക്കുന്ന ആളുകൾ വലിക്കുന്നതാണ് കഞ്ചാവ്. ചെറിയ സാധനത്തിൽ നിന്നാ മുകളിലോട്ട് പോണേ. വീര്യം കുറഞ്ഞ മദ്യം തൊട്ട് നുണഞ്ഞ് അതിന്റെ രുചി അറിഞ്ഞിട്ട് വേണം അങ്ങ് ബ്രാൻഡിയിലേക്കും വിസ്കിയിലേക്കും പോകാൻ. നല്ല ചവിട്ടുപടിയാണ് വി ഡി സതീശൻ ഇട്ടുകൊടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നമുക്കറിയാം, നമ്മുടെ ആഭ്യന്തരമന്ത്രി മറ്റൊരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തുഫാൻ. നല്ല കാര്യമാണ്. ലഹരി തടയണം. ലഹരി തടയുന്നത് ഈ സർക്കാർ മാത്രമാണോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 1 ലക്ഷത്തിലധികം കേസുകൾ പിടിച്ചതാണ്. പേര് മാറ്റി പുതിയ പേര് സമ്മതിച്ചു. നിങ്ങളുടെ നിലപാട് എന്താണ്?
ഒരു ദിവസം പോലും ഒരു തുള്ളി കള്ളു കുടിക്കാത്ത ചെറുപ്പക്കാരെ മുഴുവൻ വീര്യം കുറഞ്ഞ് കള്ളു കുടിപ്പിക്കാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനോട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിലപാട് എന്താണ്? അത് വ്യക്തമാക്കണ്ടേ? അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. എക്സൈസിനൊരു മന്ത്രിയുണ്ട്. അദ്ദേഹം ഇപ്പോ മന്ത്രിയാണോ അല്ലയോ? അദ്ദേഹം കമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. എവിടെ എക്സൈസിന്റെ മന്ത്രി? പിന്നെ VM സുധീരൻ, പാവം. ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. എന്തൊരു ഗൗരവവും ശൗര്യവും ഒക്കെയായിരുന്നു VM സുധീരൻ. എല്ലാം എവിടെ പോയി? ഇപ്പൊ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോ പറഞ്ഞല്ലോ, കരിമണൽ നമ്മുടെ വിഴിഞ്ഞം മുതൽ എറണാകുളം വരെയുള്ള തീരക്കടൽ മുഴുവൻ വിൽപ്പനയ്ക്ക് വെച്ചു. മുഴുവൻ കൊണ്ടുപോകാം. അംബാനി വരട്ടെ, അദാനി വരട്ടെ, ആരും വരട്ടെ, കേരളത്തെ മുഴുവൻ വെച്ചിരിക്കുകയാണ്. കരയും വെച്ചു, മദ്യവും വെച്ചു, കായലും വെച്ചു, കടലോരവും വെച്ചു. എന്താ നിലപാട്? അവിടെ ഇടങ്ങി മാധ്യമ സുഹൃത്തുക്കളോട് രണ്ട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ ഉണ്ടെങ്കിൽ ആ സെക്രട്ടറിയുടെ പടിക്കൽ ഇരിക്കണം. നിങ്ങളൊരാണാണെന്ന് ഞങ്ങൾ പറയും.